അച്ചൻകോവിൽ വനത്തിനുള്ളിലുള്ള മണലാർ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ഈ വെള്ളച്ചാട്ടം ഉൾപ്പെടുത്തിയുള്ളൊരു 1 ഡേ ട്രിപ്പ് പ്ലാനാണ് ഇന്ന് നമ്മുടെ ചാനലിൽ നിങ്ങൾക്കായി പ്രസന്റ് ചെയ്യുന്നത്. ഇത്തവണ നമ്മൾ പ്രൊഫഷണൽ ട്രക്കിംഗ് ഷൂസ് എടുത്തിട്ടില്ല. ഇപ്പോഴേ തളരാൻ പാടില്ല, നോക്കരുത്. വാ, എന്തുകൊണ്ട് ആദ്യമായിട്ടാണോ കഴിക്കുന്നത്? പിന്നെ ഇപ്പോഴും അവസരം കിട്ടുന്നത്. ആന വരുന്നുണ്ടെങ്കിൽ പറയണേന്ന് ഞാൻ പറഞ്ഞത്. അച്ചൻകോവിൽ റൂട്ടിലൂടെയുള്ള യാത്രയെ പറ്റിയുള്ള വീഡിയോ ഇതിനു മുൻപും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ മൺസൂൺ ട്രാവൽ സീരീസിൽ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ പറ്റുന്ന ഒരു 1 ഡേ ട്രിപ്പ്, അതും 2 സ്റ്റേറ്റിലൂടെ, അങ്ങനെ ആലോചിച്ചപ്പോൾ ഈ റൂട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ ഈ റൂട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലൊന്ന് പ്രസന്റ് ചെയ്യുകയാണ്. ഈ കാണുന്നതാണ് മണലാർ വെള്ളച്ചാട്ടം. റിസർവ് വനത്തിനുള്ളിലുള്ള ഈ വെള്ളച്ചാട്ടം ഉൾപ്പെടുത്തി ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് തമിഴ്നാട്ടിലേക്ക് കയറി തമിഴ്നാടിൻ്റെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു വരുന്ന രീതിയിലുള്ള വീഡിയോ ആണ്. വീഡിയോ പൂർണ്ണമായി കാണുക. മൺസൂൺ ട്രാവൽ സീരീസിലെ 3ാമത്തെ വീഡിയോ ആണിത്. വാഗമണിനടുത്തുള്ള വാഗവനം വിൻഡി വാക്ക് ട്രക്കിങ്ങിനെ പറ്റിയുള്ള വീഡിയോയും കണ്ണൂർ ജില്ലയിലെ മഞ്ഞപ്പുല്ല് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ട്രക്കിംഗ് വീഡിയോയും നമ്മുടെ ചാനലിൽ മൺസൂൺ ട്രാവൽ സീരീസിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയിലാണ് അച്ചൻകോവിൽ സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ജില്ലയിലുള്ളവർക്കും ഇതൊരു നല്ല 1 ഡേ ട്രിപ്പ് പ്ലാനായി എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതിരാവിലെ തന്നെ യാത്ര പുറപ്പെട്ടാൽ ഈ പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് തെങ്കാശി അമ്പലത്തിൽ വൈകുന്നേരത്തോടു കൂടി ഈ യാത്ര അവസാനിപ്പിക്കാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിരാവിലെ തന്നെ യാത്ര ആരംഭിക്കുകയാണെങ്കിൽ 10ഓളം സ്ഥലങ്ങൾ ഈ ഒരു 1 ഡേ ട്രിപ്പിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. പ്രശസ്തമായ അച്ചൻകോവിൽ ക്ഷേത്രമാണിത്. ദർശനം നടത്തണമെങ്കിൽ ആദ്യത്തെ ഡെസ്റ്റിനേഷനായി നിങ്ങൾക്ക് ഈ അച്ചൻകോവിൽ ക്ഷേത്രം തിരഞ്ഞെടുക്കാം. അച്ചൻകോവിലിൽ പെട്രോൾ പമ്പ് ഇല്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ റൂട്ടിൽ ഒരു മെയിൻ അട്രാക്ഷൻ ആണിത്, പക്ഷേ ഇത് ക്ലോസ്ഡ് ആണ്. ഇതിനപ്പുറത്തെ മണലാർ വെള്ളച്ചാട്ടം ഓപ്പൺ ആണെന്നാണ് പറഞ്ഞത്. കുംഭാവുരുട്ടി. ഇതിനു മുമ്പ് വന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വരുമ്പോൾ ഓപ്പൺ ആണെങ്കിൽ കയറും. കുംഭാവരട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം മുന്നോട്ടേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മണലാർ വെള്ളച്ചാട്ടത്തിലെത്തും. പ്രതീക്ഷിച്ചതുപോലെ ഇവിടെ നല്ല തിരക്കാണ്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളായതുകൊണ്ട് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. മൺസൂൺ സീരീസിലെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ മഴ ഞങ്ങൾക്ക് മണലാർ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടി. നല്ല ശക്തമായ മഴയായതുകൊണ്ട് കുറച്ചു നേരം കാറിൽ വെയിറ്റ് ചെയ്ത ശേഷം മഴ കഴിഞ്ഞിട്ടാണ് ടിക്കറ്റ് എടുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശിച്ചത്. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ തന്നെയാണ് മണലാർ വെള്ളച്ചാട്ടം. ഇവിടെ നമുക്ക് കയറണമെങ്കിൽ എൻട്രി ടിക്കറ്റ് എടുക്കണം. എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് എത്ര രൂപയാണെന്ന് പറയാം. മഴയായതുകൊണ്ട് നടന്നു പോകുമ്പം എങ്ങാനും മഴ പെയ്യുവാണെങ്കിൽ റെയിൻകോട്ട് ഇടാൻ വേണ്ടിയിട്ട് റെയിൻകോട്ട് എടുക്കുവാണ്. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങൾ ഈ റെയിൻകോട്ട് ആദ്യമായിട്ട് വാങ്ങിയത് മൂന്നാറിന്ന്. വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന നിരക്ക് ഒരാൾക്ക് 50 രൂപയാണ്. കാറിന് പാർക്കിംഗ് ആയി 75 രൂപ കൂടി നൽകണം. നല്ലതുപോലെ വഴുക്കുന്നുണ്ട്. ഇത്തവണ നമ്മൾ പ്രൊഫഷണൽ ട്രക്കിംഗ് ഷൂസ് എടുത്തിട്ടില്ല, അതുകൊണ്ട് മിക്കവാറും പണി കിട്ടും. കാരണം ഈ വഴിയൊക്കെ കിടക്കുന്ന നോക്കി ചെളി തന്നെ. വിൻഡി വാക്കിന് ശേഷം മലയാളി യാത്രകളുടെ കൂടെയുള്ള ട്രിപ്പ് ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഏത് ട്രിപ്പിനും മലയാളി യാത്രകൾ വേണമെന്നാണ് ഇവരുടെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഇവർ രണ്ടും കൊല്ലം ജില്ലയെന്നുള്ളതാ. എന്നിട്ടും ഈ സ്ഥലം അറിയില്ലായിരുന്നു. ഇപ്പോഴേ തളരാൻ പാടില്ല, നോക്കരുത്. വാ, എന്തുകൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കുകയാണ്. ഇൻഹെയിൽ എക്സെയിൽ അതല്ലേ. ഇതിന് മുൻപ് ഒരു തവണ മണലാർ വെള്ളച്ചാട്ടത്തിലോട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നടന്ന് കുറേ മുകളിലെത്തിയപ്പോൾ ഒട്ടും വെള്ളമില്ലായിരുന്നു. അന്നും കുംഭാവുരുട്ടി ഓപ്പൺ അല്ലായിരുന്നു. കുംഭാവുരുട്ടിയിൽ ഇപ്പം വെള്ളം വീണ് അവിടെ എന്തോ വലിയ കുഴിയായി കിടക്കുവാണ്. അപ്പോൾ അപകടം ഉള്ളതുകൊണ്ടാണ് അവിടെയൊക്കെ കയറ്റാത്തതെന്നാണ് പറഞ്ഞത്. കോമ്പറ്റീഷൻ. ഇതാണ് മണലാർ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൻ്റെ ആദ്യത്തെ ലെവലാണിത്. നല്ല തടുത്ത വെള്ളമാണ്.
തണുപ്പില്ലേ? നല്ല തണുപ്പല്ലേ? നമ്മൾ ഓൾമോസ്റ്റ് എത്തിയെന്നാ തോന്നുന്നത്. ഇതാണ് അച്ചൻകോവിൽ വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന മണലാർ വെള്ളച്ചാട്ടം. ഇത് അധികം ആർക്കും അറിയത്തില്ലെന്നുള്ളതാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത. മീൻസ് കേറിക്കോ, നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഇപ്പം മലയാളികളായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഒരു മലയാളിയും ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ആൾക്കാർ ഫുള്ള് വരുന്നത്. ഞങ്ങളുടെ പ്ലാനിൽ ഇന്ന് കുറേ അധികം സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ നിന്നില്ല. ഏകദേശം ഒരു അരമണിക്കൂർ അവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര വീണ്ടും പുറപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നുള്ള കുറേ ആളുകളെ ഞങ്ങൾക്ക് അവിടെ വെച്ച് പരിചയപ്പെടാൻ സാധിച്ചു. ഇൻസ്റ്റാ 360 കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് അത് വെച്ചിട്ട് അവർക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവരോടൊപ്പം കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ മലയാളി യാത്രകൾ ഇൻസ്റ്റാഗ്രാം പേജ് വിസിറ്റ് ചെയ്താൽ മതി. മണലാർ വെള്ളച്ചാട്ടത്തെ പറ്റിയുള്ള വീഡിയോയിൽ അവരെല്ലാം ഉണ്ട്. ഞങ്ങളിവിടുന്ന് തമിഴ്നാട്ടിന് കയറുവാണിനി. ഇവിടെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3:30 വരെയാണ് പ്രവേശനം. നമ്മളിപ്പോൾ കേരള ബോർഡറിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മണലാർ വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ കുറച്ച് ഹെയർ പിൻ ബെൻഡുകളൊക്കെ ഉണ്ട്. ആ ഹെയർ പിൻ ബെൻഡുകൾ കയറി കഴിഞ്ഞാൽ മുകളിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും താഴേക്ക് ഒരു 6 ഹെയർ പിൻ ബെൻഡുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലെത്തി. നല്ല മഴയുള്ള സമയമാണെങ്കിൽ മുകളിലേക്ക് യാത്ര ചെയ്യും തോറും കോടമഞ്ഞൊക്കെ കാണാൻ സാധിക്കും. ഇനി തമിഴ്നാടിൻ്റെ കാഴ്ചകളിലേക്ക് പോയാലോ? ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത് തമിഴ്നാടിൻ്റെ മേക്കരൈ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. വലിയ നെൽപ്പാടങ്ങളും പിന്നിലായി അതിർത്തി പോലെ സഹ്യപർവ്വതവും. വെള്ളച്ചാട്ടത്തിലേക്ക് യാത്ര ചെയ്ത് വെള്ളച്ചാട്ടത്തിലെത്തി അവിടെ ചെലവഴിച്ച സമയത്തേക്കാൾ കൂടുതൽ ഞങ്ങൾ ഈ ഭാഗത്തെ കാഴ്ചകൾ കണ്ട് ഇവിടെ നിന്നു. ഒരു 3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഈ ഭാഗത്ത് ഈ കതിരൊക്കെ നല്ലതുപോലെ വളർന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഭംഗി കുറച്ചുകൂടി കൂടുമെന്ന് പറയാം. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് നല്ല കാറ്റുകൂടി ആസ്വദിക്കുവാൻ സാധിച്ചാൽ എന്ത് രസമായിരിക്കും അല്ലേ? മേക്കരൈ ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അടവിനയനാർ ഡാമിലേക്ക് പോകുന്ന ഒരു വലിയ ബോർഡ് കാണും. ആ ബോർഡ് നോക്കി നിങ്ങൾ യാത്ര ചെയ്താൽ ഈ റൂട്ടിലേക്കാണ് എത്തുക. ഇവിടെ നിന്നാലും ഡാമിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയപ്പോൾ ഡാമിൻ്റെ ഭാഗത്തേക്ക് പ്രവേശനമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ വന്നപ്പോൾ മുന്നോട്ടേക്ക് പോകാഞ്ഞത്. അടുത്ത ഡെസ്റ്റിനേഷൻ ഇതിന് വളരെ അടുത്തുള്ള തിരുമലൈ കോവിലാണ്. കുറച്ചധികം പടികളൊക്കെ കയറിയും നമുക്ക് തിരുമല കോവിലിൻ്റെ മുകളിലെത്താം. എന്നാൽ ഇപ്പോൾ വണ്ടി മുകളിലേക്ക് കൊണ്ടുപോകുവാനുള്ള സൗകര്യവുമുണ്ട്. 50 രൂപ എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഈ കാണുന്ന റോഡിലൂടെ ആ പാറയുടെ മുകൾ ഭാഗം വരെ എത്താൻ സാധിക്കും. അവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ അടുത്തായി കേരളത്തെ തമിഴ്നാട്ടിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന സഹ്യപർവ്വതം വളരെ അടുത്തായി കാണാൻ സാധിക്കും. അതിന് താഴെയായുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളും കൃഷിയിടങ്ങളുമൊക്കെ ഭംഗിയായി ആസ്വദിക്കാം. മറ്റൊരു വശത്തായി ചെങ്കോട്ടയിലെ ഗ്രാമീണ പ്രദേശങ്ങളുടെയും ചെങ്കോട്ട നഗരത്തിൻ്റെയും അങ്ങ് ദൂരെയായി തെങ്കാശിയുടെയും കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉച്ച സമയത്തോടെയാണ് ഞങ്ങളിവിടെ എത്തിയത്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ സാധിച്ചില്ല. ക്ഷേത്രത്തിലെ കടകൾ തുറന്നതുകൊണ്ട് കുറച്ച് ലഡു ഒക്കെ വാങ്ങിച്ച് ഞങ്ങളതൊക്കെ കഴിച്ചു. അതിനുശേഷം അവിടെ നിന്ന് പുറപ്പെട്ടു. അടുത്ത ഡെസ്റ്റിനേഷൻ ഗുണ്ടാറു ഡാമാണ്. ഗുണ്ടാറു ഡാം ഇതിനു മുൻപ് ഒരുപാട് തവണ പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്തൊന്നും ഓപ്പൺ ആയിരുന്നില്ല. നിർഭാഗ്യവശാൽ ഇത്തവണയും ഓപ്പൺ ആയിരുന്നില്ല. ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഒരു ഇൻഫർമേഷൻ കിട്ടി, ഏകദേശം ഒരു ആഴ്ചയ്ക്കുള്ളിൽ ആ ഒരു ഡാം ഓപ്പൺ ആയിരിക്കുമെന്നുള്ളത്. ഇപ്പോൾ ഡാം ഓവർഫ്ലോ ആയി പൊക്കോണ്ടിരിക്കുന്ന സമയമാണ്. അപകട സാധ്യതയുള്ളത് കൊണ്ടാണ് ഉള്ളിലേക്ക് കടത്താത്തത്. അവിടെ നിന്ന് ഞങ്ങൾ വേഗം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിച്ചു. ഞങ്ങളുടെ ഗുണ്ടാരു ഡാം പദ്ധതി ഫ്ലോപ്പായി. അവിടുന്ന് ഞങ്ങൾ കുറ്റാലത്തിനടുത്തുള്ള 5 ഫോൾസിൽ വന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നൊരു സാധനമാണിത്. ഇത് ട്രൈ ചെയ്യുക. ആദ്യമായിട്ടാണോ കഴിക്കുന്നത് ഇത്? പിന്നെ ഇപ്പോഴും അവസരം കിട്ടുന്നത്. നീയോ? കാണാൻ നല്ല വെള്ളച്ചാട്ടമാണ് 5 ഫോൾസ് എന്ന് പറയുന്നത്. കുറ്റാലത്ത് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും കുറ്റാലം മെയിൻ വെള്ളച്ചാട്ടം മാത്രം കണ്ട ശേഷം മടങ്ങാറാണ് പതിവ്. ഇതിൻ്റെ പേര് 5 ഫോൾസ് അഥവാ ഐന്തരുവി.
കുറ്റാലം മെയിൻ ഫോൾസിനടുത്ത് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ വേറെ ധാരാളം വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇനി നിങ്ങൾ പോകുമ്പോൾ അതുകൂടി കാണാൻ ശ്രമിക്കുക. ഈ ഭാഗത്തായുള്ള ഫ്രൂട്ട്സ് കടയിൽ ഫ്രൂട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ്. ആ കാഴ്ചകളൊക്കെ കുറച്ചു നേരം കണ്ട ശേഷം അവിടെ നിന്ന് സുന്ദരപാണ്ഡിപുരം ഗൂഗിൾ മാപ്പ് ലൊക്കേഷനിലിട്ട് യാത്ര തിരിച്ചു. വീണ്ടും കുറച്ച് ഗ്രാമീണ പ്രദേശങ്ങളൊക്കെ കാണാമെന്നാണ് തീരുമാനം. തമിഴ്നാട്ടിലെ ഗ്രാമീണ പ്രദേശങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്. അത് തമിഴ്നാട് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാഴ്ചകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളും യോജിക്കുന്ന ഒരു കാര്യമായിരിക്കും. തെങ്കാശിക്കടുത്തുള്ള ഭംഗിയുള്ള ഗ്രാമങ്ങളിൽ ഒന്നു മാത്രമാണ് സുന്ദരപാണ്ഡിപുരം. സൂര്യകാന്തി പൂക്കൾക്കായി പ്രശസ്തമായതുകൊണ്ടാണ് ആ ഗ്രാമം തിരഞ്ഞെടുത്തത്. എന്നാൽ ഇപ്പോൾ സീസൺ അല്ല. ഞങ്ങൾ ഐന്തരുവിയിൽ നിന്ന് സുന്ദരപാണ്ഡിപുരം റൂട്ടിലേക്ക് മാപ്പിട്ട് ഇപ്പോൾ വന്നു. സുന്ദരപാണ്ഡിപുരം റൂട്ടിൽ വരുമ്പോൾ ഈ ഭാഗം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുവഴി യാത്ര ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇത് അന്യൻപാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ സമയത്ത് വന്നാലുള്ള പ്രത്യേകതയാണ് ഈ കാണുന്നത്. വെള്ളവും നെല്ലിൻ്റെ കൃഷിയൊക്കെ ആയിട്ട് നല്ല നിറഞ്ഞു കിടക്കുന്നൊരു സമയമായിരിക്കും ഈ ഭാഗമൊക്കെ. അല്ലാത്ത സമയത്ത് ഞങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ സുന്ദരപാണ്ഡിപുരത്ത് സൂര്യകാന്തി പൂക്കുന്ന സമയത്ത് വരുമ്പം ഈ ഭാഗത്തൊക്കെ അന്നേരം കൃഷിയാണ്. പച്ചമുളകൊക്കെ കൃഷി ചെയ്തിട്ടുള്ള സമയത്താണ് വന്നത്. അന്നേരം ഇവിടെ ഞങ്ങൾ പച്ചമുളക് കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പം പച്ചമുളകില്ല. ആ ഭാഗത്തൊക്കെ ആയിട്ട് പച്ചമുളകായിരുന്നു. ആ സമയത്ത് നെൽകൃഷിയുണ്ട്. ഇപ്പോൾ ദേ വീണ്ടും നെല്ല് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈ ആകാശത്തിൻ്റെ കളറ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. പിന്നെ ആടൊക്കെ നടക്കുന്നു, എരുമകളിങ്ങനെ നടക്കുന്നു, എല്ലാം കൊണ്ടും നല്ല ഭംഗിയാണ്. അപ്പം നിങ്ങൾ ഈ റൂട്ടിൽ കൂടി മൺസൂൺ ട്രിപ്പ് വരുമ്പോൾ, മഴയാണെങ്കിൽ ഇത് വേറൊരു വൈബാണ്. ഇപ്പം കാണുന്ന വെസ്റ്റേൺ ഗാർഡ്സിലൊക്കെ മഴ പെയ്യുവാണ്. അതുകൊണ്ടാണ് അവിടെ ഒന്നും ക്ലിയർ അല്ലാത്തത്. എങ്കിലും ഈ ഭാഗത്ത് നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് അവിടം കാണാനും നല്ല രസമാണ്. നല്ല മഴയുള്ളപ്പോൾ പച്ചക്കറി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഈ കാണുന്നത് മുളകാണ്. നേരെ ഈ ഭാഗത്തായിട്ട് ഉള്ളിയും കൃഷി ചെയ്തിട്ടുണ്ട്. ഈ വൈകുന്നേര സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗോൾഡൻ അവറിൽ ഈ ഒരു പാടത്ത് കളറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾ എങ്ങനെ വീഡിയോ എടുത്താലും നല്ല കളറായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും കൂടെ ആ വീഡിയോയിൽ കാണും. അത് വീഡിയോ എടുക്കുന്നതിനേക്കാളൊക്കെ ഉപരി അത് കാണുമ്പോൾ ഒരു കണ്ണിന് ഇത്രയും കളറ് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് നല്ല ഒരു മനസ്സിനൊരു സുഖമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മൺസൂണിനും കൂടി ഈ ഒരു സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. അല്ലാത്ത സമയത്ത് തമിഴ്നാട്ടിൽ നല്ല ചൂടാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് തെങ്കാശി ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കാണ്. അവിടെ രാത്രിയിലെ തിരക്കും ലൈറ്റും അമ്പലത്തിൻ്റെ ആ ഒരു അന്തരീക്ഷവും മണവും അതിന് സമീപത്തായി ഇതുപോലെ പൂക്കൾ വയ്ക്കുന്ന ധാരാളം ആളുകളും തിരക്കും കാറ്റും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. നിങ്ങൾ പോകുവാണെങ്കിൽ ഉറപ്പായും ഈ ഒരു സമയത്ത് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തൊക്കെ ചിലവഴിച്ച ശേഷം വേണം മടങ്ങാൻ. അത് മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയും. അതിനുശേഷം ഞങ്ങൾ ബോർഡർ വഴി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി. തെന്മല വഴിയാണ് മടങ്ങിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ വീണ്ടും ഒരു 1 ഡേ ട്രിപ്പ് പ്ലാനായി പ്രസൻറ്റ് ചെയ്തു എന്ന് മാത്രം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.